എൻ്റെ പ്രിയപ്പെട്ട അജ്ഞാതൻ. ലൈബ്രറിയിലേക്ക് കയറിച്ചെന്ന് ഞാൻ ആദ്യം തിരഞ്ഞത് ഹരിസാറിനെയായിരുന്നു. നിരന്നിരിക്കുന്ന ഷെൽഫുകളുടെ ഒരു മൂലയിൽ കസേരയിൽ കൂനിക്കൂടിയിരിക്കുകയായിരുന്നു സാർ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പുസ്തകവുമുണ്ടായിരുന്നു. അരികത്തായി ഒരു കസേര ഇട്ടിരുന്നു. സാർ കണ്ണുകളുയർത്തി നോക്കി. കണ്ടതും പുഞ്ചിരിച്ചു. അമിതമായി മദ്യപിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന് മനസ്സിലായി. പുസ്തകം വായിച്ചു കഴിഞ്ഞു? സാർ ചോദിച്ചു. കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് നേരെ പുസ്തകം നീട്ടി. അത് വാങ്ങിച്ചുകൊണ്ട് അല്പനേരം അദ്ദേഹം മൗനിയായി ഇരുന്നു. എന്നിട്ട് അന്നയ്ക്ക് ബ്രോൺസ്കിയോടുണ്ടായിരുന്ന അഗാധമായ പ്രേമത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അന്ന ബ്രോൺസ്കി വിവാഹം കഴിക്കാതിരുന്നെങ്കിൽ അതൊരു അനശ്വര പ്രണയമായി നിലനിൽക്കുമായിരുന്നു. വിവാഹമാണ് എല്ലാ പ്രണയങ്ങളെയും ഇല്ലാതാക്കുന്നതെന്ന് അദ്ദേഹം പറയുമ്പോൾ പല വാക്കുകളും വഴുതിപ്പോകുന്നുണ്ടായിരുന്നു. സാറിനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട് എന്ന് തോന്നി. അതുകൊണ്ടാവാം ഈ മദ്യപാനമെന്ന് കരുതി. ഔദ്യോഗിക ജീവിതത്തിലുണ്ടായ കനത്ത ആഘാതത്തിന് പുറമെ മറ്റെന്തൊക്കെയോ ദുഃഖങ്ങൾ സാറിനുണ്ടെന്ന് തോന്നിയെങ്കിലും ചോദിക്കുകയോ സാർ പറയുകയോ ചെയ്തിട്ടില്ല. ഒന്ന് സംസാരിക്കാൻ പോലും ആരുമില്ലാത്ത ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്കാണ് കടന്നു ചെല്ലുന്നത്. അത് അദ്ദേഹത്തെ ഏറെ സന്തോഷിപ്പിച്ചുവെന്ന് എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. പുസ്തകങ്ങളിലൂടെ ഞങ്ങൾ കൂട്ടുകാരായി മാറി. ഞങ്ങൾക്കിടയിൽ പുസ്തകങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ ദിവസവും ഓരോ പുസ്തകങ്ങൾ സാർ തന്നു. ചിലപ്പോൾ എഴുതുന്ന കവിതകളൊക്കെ സാറിന് വായിക്കാൻ കൊടുക്കുമായിരുന്നു. ഉള്ളിൽ കവിതയുണ്ടെന്നും ഇനിയും എഴുതണമെന്നും പറയും. റൂമിയുടെ കവിതകളിലെ അപാരമായ പ്രണയത്തെക്കുറിച്ച് സാർ വിവരിച്ചു. ഡിറക് വാൽക്കോട്ടിൻ്റെയും ബ്ലാഗ ദിമേരതാവയുടെയും സിൽവിയ പ്ലാത്തിൻ്റെയും വെർജീനിയ വോൾഫിൻ്റെയും ഒക്കെ കവിതകൾ വായിച്ച് അതിൻ്റെ അർത്ഥം പറഞ്ഞു തരുമായിരുന്നു. ഞാൻ സാറിനെക്കുറിച്ചോ സാർ എന്നെക്കുറിച്ചോ ഒന്നും തന്നെ ചോദിച്ചിരുന്നില്ല. സാറിൻ്റെ വീടോ നാടോ ഒന്നും അറിയില്ലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ വളരെയധികം അടുത്തു. പുസ്തകങ്ങളും അതിലെ കഥാപാത്രങ്ങളും മാത്രമായി ഒരു സങ്കല്പ ലോകത്തിൽ ജീവിച്ചു. ഒരിക്കൽ മാത്രം സാറിനോട് ചോദിച്ചിരുന്നു, മദ്യപിച്ചാൽ ആരോഗ്യം നശിക്കില്ലേ എന്ന്. എന്നാൽ സാറതിന് തന്നെ തന്ന മറുപടി, അതിനുവേണ്ടി തന്നെയാണ് മദ്യപിക്കുന്ന കുട്ടി എന്നായിരുന്നു. ഈ നശിച്ച ലോകത്ത് ആരോഗ്യത്തോടെ ജീവിക്കുന്നത് എന്തിനാണ്? നമ്മൾ സ്വയം നശിച്ചില്ലെങ്കിൽ ഈ ലോകം നമ്മളെ നശിപ്പിക്കും. എന്തായാലും നാശം ഉറപ്പാണ്. സാറ് പറയുന്ന പല കാര്യങ്ങളും അസാധാരണമായാണ് തോന്നിയത്. വീണ്ടും വീണ്ടും അവ ചിന്തിപ്പിക്കാറുണ്ട്. എല്ലാ വിഷയങ്ങളിലുമുള്ള അദ്ദേഹത്തിൻ്റെ അഗാധമായ പാണ്ഡിത്യം അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നു. സാർ പരിചയപ്പെടുത്തിയ പുസ്തകങ്ങളിലൂടെ സഞ്ചരിച്ച് ഭ്രാന്ത് പിടിച്ച വായനയുടെ കാലങ്ങളായിരുന്നു അന്നൊക്കെ.